أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم إن أولى الناس بإبراهيم الذين اتبعوا وهدى النبي والذين آمنوا والله ولي المؤمنين. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ശക്തമായ ഭാഷയിൽ വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ഇഷ്ടപ്പെട്ട ഒരുപാട് സവിശേഷ നാമങ്ങളെ കൊണ്ട് പരിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തി തന്ന മഹാവ്യക്തിത്വമാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ സൊഫയിലേക്ക് കണ്ട് കയറിയിരുന്നാൽ നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഇരിക്കാലോ. ദുൽഹിജ്ജ മാസം കാത്തിരിക്കുന്ന, പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ചരിത്ര സംഭവങ്ങളാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം എന്നുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളോട് കൽപ്പിച്ചിട്ടുള്ളത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മില്ലത്തിൽ നിങ്ങൾ അടിയുറച്ച് നിൽക്കണം എന്നുള്ളതാണ്. ആ അയവറുക്കലിൻ്റെ അല്ലെങ്കിൽ ഓർമ്മയുടെ ഭാഗമായി കൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ആളുകൾ കഅബാലയത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹജ്ജിലേക്ക് വേണ്ടി പാപങ്ങൾ കഴുകിക്കളയാൻ പറ്റുന്ന രൂപത്തിലുള്ള ഇബാദത്ത് നിർവഹിക്കാൻ വേണ്ടി കഅബയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആളുകൾ മക്കയിലേക്ക് യാത്ര പുറപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഖ്ബൂലായ കർമ്മം നിർവഹിച്ച് മടങ്ങി വരാൻ ഹാജിമാർക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമുക്കും അതുപോലെയുള്ള ഇബാദത്ത് നിർവഹിക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും നമുക്ക് കാണാം,
ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ നിങ്ങൾ ഓർക്കുകയും ഇബ്രാഹിം നബിയുടെ ചര്യകളെ നിങ്ങൾ പിൻപറ്റുകയും ചെയ്യണമെന്ന് അള്ളാഹുവിൻ്റെ ദീന് നമ്മളെ പഠിപ്പിക്കുന്നു. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഓർക്കാത്ത ഒരു ദിവസവും കടന്നു പോകാറില്ല. നമ്മൾ പള്ളികളിൽ നിന്ന് കേൾക്കുന്ന ബാങ്കിൻ്റെ വിളിയാളത്തിലൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സ്മരണകൾ ഉണ്ടാകുന്നു. ദിനേന രാവിലെയും വൈകുന്നേരവുമായി നമ്മുടെ ജീവിതത്തിൽ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന സ്വലാത്തുകളിലൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമ്മൾ ഓർക്കുന്നു, ആ പേര് നമ്മൾ ഉച്ചരിക്കുന്നു. ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ദിക്റുകളും ദുആകളിലും പല മേഖലകളിലും നമുക്ക് സ്വലാത്തുകൾ ചൊല്ലുന്നിടത്തൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേര് നമ്മൾ പരാമർശിക്കാറുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മാതൃകയാണെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നത് കാണാം. അല്ലാഹു പറഞ്ഞത് ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസന ഫീ ഇബ്രാഹിം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. ആ മാതൃകയെ നിങ്ങൾ പിൻപറ്റണം എന്നുള്ളതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മില്ലത്തിൽപ്പെട്ടവരാണ് ഞങ്ങളെന്ന് അവകാശപ്പെടുന്ന ഒട്ടനവധി കക്ഷികൾ ഇന്ന് ലോകത്ത് കഴിഞ്ഞുപോയിട്ടുമുണ്ട്, ഇന്നും നിലവിലുണ്ട്. ലോകത്ത് മുശ്രിക്കുകളായ ആളുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആളുകളാണെന്ന് അവകാശവാദം ഉന്നയിച്ചവരാണ്. യഹൂദി നസ്വാറാക്കൾ ഇബ്രാഹിം നബി ഞങ്ങളുടെ ആളാണെന്ന് അവകാശവാദം ഉന്നയിച്ചവരാണ്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായ മുസ്ലിം സമുദായം ആ അവകാശവാദം ഉന്നയിച്ചതാണ്. അതിൻ്റെ യാഥാർത്ഥ്യം പരിശുദ്ധ ദീനുൽ ഇസ്ലാം വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുമുണ്ട്. പരിശുദ്ധ ഖുർആനിലൂടെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ അല്ലാഹു പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു മുസ്ലിമായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പഠിപ്പിക്കുന്ന വാചകം നമുക്ക് കാണാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കുകളുടെ ബഹുദൈവ വിശ്വാസികളുടെ കൂട്ടത്തിൽ പെട്ടവനല്ല എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരിടത്ത് അല്ലാഹു പറഞ്ഞത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം യഹൂദിയോ നസ്രാനിയോ അല്ല, യഹൂദികളിൽപ്പെട്ടയാളല്ല, നസ്രാനികളുടെ കൂട്ടത്തിൽപ്പെട്ട വ്യക്തിയല്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഒരു മുസ്ലിമായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. അത് അല്ലാഹു വ്യക്തമായി നമ്മുടെ മുന്നിൽ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. എങ്കിൽ ഏത് മുസ്ലിമിനാണ് മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഇബ്രാഹിം നബിൻ്റെ മില്ലത്തിൽ ഞങ്ങളാണെന്ന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് കക്ഷി തിരിഞ്ഞ കുറേ ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഇബ്രാഹിം നബിയുടെ പാത? ആരാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്ത് സ്വീകരിച്ചവർ? പരിശുദ്ധ ഖുർആൻ കാര്യം വ്യക്തമായി പഠിപ്പിക്കുന്നത് കാണാം. 3-ാമത്തെ അധ്യായം സൂറത്ത് ആലി ഇംറാനിന്റെ 68-ാമത്തെ വചനത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്ന വാചകം ഇന്ന ഔലന്നാസി ബി ഇബ്രാഹീമ. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ് ഇബ്രാഹീമിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്നവർ ആരാണ്? അല്ലദീന തബഊഹു, ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പിൻപറ്റിയവർ. വഹദൻ നബിയു വല്ലദീന ആമനു, പ്രവാചകനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും ചെയ്ത ആളുകളുമാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബിയുടെ പാത പിൻപറ്റുന്നവർ. എന്നിട്ട് അല്ലാഹു പഠിപ്പിക്കുന്നത് ഇന്നല്ലാഹ വലിയുൽ മുഅ്മിനീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല, നോക്കൂ നിങ്ങൾ, അല്ലാഹു ആകുന്നു മുഅ്മിനീങ്ങളുടെ വിശ്വാസികളുടെ രക്ഷിതാവ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് കാണാം. ഇവിടെ ഇന്ന ഔലന്നാസി ബി ഇബ്രാഹീമ, ഇബ്രാഹിം നബിയോട് അടുത്തു നിൽക്കുന്നവർ അല്ലദീന തബഊഹു, അദ്ദേഹത്തെ പിൻപറ്റുന്ന ആളുകളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രങ്ങളെ മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് ഇബ്രാഹിം നബിയുടെ പാത പിൻപറ്റി ജീവിക്കുന്ന ആളുകളാണ് ഇബ്രാഹിം നബിൻ്റെ മില്ലത്തിലുള്ളവരെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒന്നാമതായി അദ്ദേഹത്തിൽ നിന്ന് പിൻപറ്റേണ്ട പാഠം എന്താണെന്ന് നമ്മൾ അറിയണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠങ്ങളിലെ ഒന്നാമത്തെ പാഠമാണ് ഏകദൈവ വിശ്വാസം എന്നുള്ളത്. സഹോദരങ്ങളെ, എന്താണ് ഏകദൈവ വിശ്വാസം? ഷഹാദത്ത് കലിമ എന്ന ലാ ഇലാഹ ഇല്ലല്ലയെ നമ്മൾ നാവ് കൊണ്ട് ഇങ്ങനെ ഉരുവിടാറുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല
എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ? ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, ഇബാദത്തിന് അർഹൻ അല്ലാഹു മാത്രം എന്ന ഷഹാദത്ത് കലിമയെ സ്വീകരിച്ചവരാണ് നമ്മളെന്ന് നമ്മൾ അവകാശവാദം ഉന്നയിക്കുന്നു. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകനായ, അള്ളാഹുവിന്റെ ദൂതനായ, അള്ളാഹുവിന്റെ റസൂലായി അല്ലെങ്കിൽ പ്രവാചകനായി ഭൂമിയിലേക്ക് വന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തന്ന പാഠം, അള്ളാഹു അല്ലാത്ത ഒരു വ്യക്തിക്കോ അള്ളാഹു അല്ലാത്ത ഒരു വസ്തുവിനോ റബ്ബല്ലാത്ത ഒരു ശക്തിക്കോ നിങ്ങളുടെ ഇബാദത്തുകൾ നിങ്ങൾ സമർപ്പിച്ചുകൂടാ എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പഠിപ്പിച്ചത് ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, ഇബാദത്തിന് അർഹൻ അല്ലാഹ് മാത്രമാണ്. എന്തെല്ലാം ഇബാദത്തുകളുണ്ടോ ആ ഇബാദത്തൊക്കെ അല്ലാഹ്ക്ക് മാത്രമുള്ളതാണ്. നോക്കൂ, നിങ്ങൾ നേർച്ച ഇബാദത്താണ്, അതേപോലെ തന്നെ ബലികർമ്മം ഇബാദത്താണ്, പ്രാർത്ഥന ഇബാദത്താണ്, നമസ്കാരം ഇബാദത്താണ്. അങ്ങനെയുള്ള ഓരോ ഇബാദത്തുകളും ആർക്ക് വേണ്ടിയുള്ളതാണ്? അള്ളാഹ്ക്ക് മാത്രം സമർപ്പിക്കേണ്ടതാണ് സകല ഇബാദത്തുകളും. പക്ഷേ ഇബാദത്തിന് ഒരുപാട് ദുർവ്യാഖ്യാനങ്ങൾ നൽകി നമ്മുടെ നാടുകളിൽ പച്ചയായ ശിർക്കിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നേറി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്തിൽ ഞങ്ങളാണെന്ന് അവകാശവാദം ഉന്നയിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നോക്കൂ, നിങ്ങൾ തന്റെ വാപ്പാനെ വിളിച്ചുകൊണ്ട് പറയാണ്, വിഗ്രഹത്തിന്റെ മുന്നിൽ പ്രാർത്ഥന നടത്തിയ, വിഗ്രഹത്തിനോട് പ്രതീക്ഷ നടത്തിയ, വിഗ്രഹത്തിൽ പ്രതീക്ഷയർപ്പിച്ച് ജീവിച്ച, സ്വന്തം കൈകൊണ്ട് വിഗ്രഹം കൊത്തിയുണ്ടാക്കി ആരാധന നടത്തിയിരുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാപ്പ ആസറിനോട് ഇബ്രാഹിം നബി പഠിപ്പിക്കുന്നുണ്ട്, യാ അബത്തി, എന്റെ പൊന്നുവാപ്പ, എന്റെ പൊന്നുവാപ്പ, യാ അബത്തി ലിമ തഅബുദു, എന്തിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്? മല യസ്മഉ വല യുബ്സിറു വല യുഗ്നി അൻക ശൈഅ, വാപ്പ എന്തിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്? നിങ്ങൾ പറയുന്നത് കേൾക്കാൻ കഴിയാത്ത, നിങ്ങളോട് തിരിച്ചൊന്നും പറയാൻ കഴിയാത്ത, നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യാൻ കഴിയാത്ത, ഒരു ഉപദ്രവവും ചെയ്യാൻ കഴിയാത്ത, ജീവനില്ലാത്ത ഈ വിഗ്രഹത്തിനോട് നിങ്ങൾ എന്തിനു തേടണമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ആ രൂപത്തിലുള്ള തേട്ടം തന്നെയാണ് ഇന്ന് മുസ്ലിം സമൂഹത്തിന്റെ കൂട്ടത്തിൽ പല ആളുകളും തേടിക്കൊണ്ടിരിക്കുന്ന തേട്ടമെന്ന് സഹോദരങ്ങളെ പറയാതെ വയ്യ. വ്യക്തമാണ്. കെട്ടി ഉയർത്തിയ ഖബറിന്റെ മുന്നിൽ ചെന്ന് ആരാധിച്ചിട്ട് അന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതാവ് ആസർ എന്തൊരു പ്രവർത്തനമാണോ ചെയ്തത്, അന്ന് ഇബ്രാഹിം നബിന്റെ ജനത, ആ ഖൗമ് എന്തൊരു പ്രവർത്തനമാണോ ചെയ്തത്, അതേ പ്രവർത്തനം കാഴ്ചവെക്കുന്നവരാണ് ഇന്ന് നമ്മുടെ നാടുകളിൽ കാണുന്ന, ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന പല കക്ഷികളിലും നമ്മൾ കാണുന്ന കാഴ്ചകൾ അതാണ്. സഹോദരങ്ങളെ, വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. കെട്ടി ഉയർത്തിയ ഖബറിന്റെ മുന്നിൽ ചെന്ന് തന്റെ ജീവിതത്തിൽ വന്നുപോയ സങ്കടങ്ങളും ദുഃഖങ്ങളും ഖബറാളികളുടെ മുന്നിൽ സമർപ്പിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച വിശ്വാസത്തിന് ഘടകവിരുദ്ധമായ രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി ആളുകളെ നമുക്ക് കാണാം. അത് പച്ചയായ ശിർക്കാണ്. അത് ഇബ്രാഹിം നബിന്റെ മില്ലത്തിന് എതിരാൻ. ആ എതിരുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണെന്ന് അവകാശപ്പെടാൻ സാധ്യമല്ല. കാരണം അത് ഇബ്രാഹിം നബിയുടെ ചര്യയല്ല. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ബഹുദൈവ വിശ്വാസികളുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല, അദ്ദേഹം ഏകദൈവ വിശ്വാസികളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ്. റബ്ബിനെ മാത്രം ആരാധിക്കണമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് അതിനുവേണ്ടി പടപൊരുതിയ വ്യക്തിത്വമാണ്. അത് പറഞ്ഞതിന്റെ പേരിലാണ് തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടത്. അത് പറഞ്ഞതിന്റെ പേരിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പുറത്താക്കിയത്. ഇബ്രാഹിം നബിനെ വാപ്പ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. നീ ഇറങ്ങിപ്പോയിക്കോ എന്റെ കൺമുന്നിൽ നിന്ന്, അല്ലെങ്കിൽ നിന്നെ ഞാൻ കല്ലെറിഞ്ഞോടിക്കുമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വാപ്പ പറഞ്ഞത് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. നോക്കൂ നിങ്ങൾ, അപ്പോഴും ഇബ്രാഹിം നബി പറഞ്ഞ വാചകം എന്താ? യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക ഫത്തബിഅനി അഹദിക സിറാതൻ സവിയാ. വാപ്പാ, നിങ്ങൾ എൻ്റെ മാർഗത്തിലേക്ക് വരൂ വാപ്പാ. നിങ്ങൾക്ക് ലഭിക്കാത്ത ഒരു അറിവ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാം. ആ അറിവെന്താ സഹോദരങ്ങളെ? ആ അറിവ് പരിശുദ്ധ ഖുർആനിന്റെ അറിവാണ്. ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിങ്ങൾക്കൊരു ഹുദയെ ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. റബ്ബ് പറയാണ്, നിങ്ങൾക്കൊരു ഹുദ തന്നിട്ടുണ്ട്. ആ ഹുദ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ ഫമൻ തബിഅ ഹുദായ, ആരെങ്കിലും ആ മാർഗത്തെ പിൻപറ്റുകയാണെങ്കിൽ,
അവർക്കതാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർ ദുഃഖിക്കേണ്ടി വരില്ല, അവർ പ്രയാസപ്പെടേണ്ടി വരില്ല. പരിശുദ്ധ ഖുർആനിൻ്റെ വാചകം, ആ ഖുർആനിൻ്റെ ആശയം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചത് ആ ഖുർആൻ പഠിപ്പിക്കുന്ന അതേ സ്വഭാവത്തിലേക്കാണ്, അതേ വിശ്വാസത്തിലേക്കാണ്. വാപ്പാനെ വിളിച്ചത് അതിലേക്കാണ്, ഇബ്രാഹിം നബിന്റെ ജനതയെ വിളിച്ചത് അതിലേക്കാണ്. ആ ഖുർആനിലേക്കും സുന്നത്തിലേക്കും സഹോദരങ്ങളെ നമ്മൾ മടങ്ങണം. ആ ഖുർആൻ പഠിപ്പിക്കുന്ന വിശ്വാസം ഏതാണോ അവിടെ നമ്മൾ ഉറച്ചു നിൽക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, തോളിലിങ്ങനെ ഏറ്റിയിട്ട് ശത്രുക്കൾ കൊണ്ടുപോയിട്ട് എറിയാണ്. തീക്കുണ്ടാരത്തിലേക്ക് എറിയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹൃദയത്തിന്റെ കരുത്തെന്താ? എൻ്റെ റബ്ബ് എനിക്കുണ്ട്, എൻ്റെ റബ്ബ് എനിക്കുണ്ട്. ഭരമേൽപ്പിക്കാൻ എത്രയോ ഉന്നതനാണ് എൻ്റെ റബ്ബ്. സഹോദരങ്ങൾ, ആ ഒരു തവക്കുൽ നമുക്ക് ചരിത്രത്തിൽ പഠിപ്പിച്ചു തന്ന മഹാനായ വ്യക്തിത്വമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഗൾഫിക്ക് പോകുമ്പോൾ ജാറത്തൊക്കെ ജാറം മൂടി പോണ സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ട്. എന്തിനാ? അവിടെ പോയി ഒന്ന് തവക്കുലാക്കുക, അവിടെ പോയി ഒന്ന് കാര്യങ്ങൾ സമർപ്പിക്കുന്ന സ്വഭാവം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വിശ്വാസത്തിനും അദ്ദേഹം പഠിപ്പിച്ചു തന്ന ചര്യക്കുമെതിരാണ്. അദ്ദേഹം പഠിപ്പിച്ചെന്ന ചര്യക്കെതിരാണ്. വ്യക്തമായി അള്ളാഹുവിൻ്റെ ദീനിൽ നമുക്ക് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പാതയിൽ നമ്മൾ അടിയുറച്ചു നിൽക്കണം. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച മറ്റൊരു മഹത്വമുള്ള നാമമാണ് ഇബ്രാഹിം ഒരു മുസ്ലിമായിരുന്നു എന്ന് പഠിപ്പിക്കുന്നതോടൊപ്പം എങ്ങനെയുള്ള മുസ്ലിം, അതൊരു വാചകമാണ്. എങ്ങനെയുള്ള മുസ്ലിം? മുസ്ലിം എന്ന് പറഞ്ഞാൽ നാമം കൊണ്ട്, ഇബ്രാഹിം എന്ന നാമം കൊണ്ട് അറിയപ്പെടുന്ന മുസ്ലിം അല്ല. ഇബ്രാഹിമിനോട് അല്ലാഹു പറഞ്ഞു, ഇബ്രാഹിം നീ മുസ്ലിം ആവണം, അസ്ലിം, നീ മുസ്ലിം ആവണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ എന്താ? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, യാ ഇബ്രാഹിം അസ്ലിം, നീ മുസ്ലിം ആവണം. ഇബ്രാഹിം നബി പറഞ്ഞു, ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, റബ്ബേ ഞാൻ മുസ്ലിമായിരിക്കുന്നു റബ്ബേ. ആ മുസ്ലിമിൻ്റെ അർത്ഥം എന്താ? ആ മുസ്ലിമിൻ്റെ അർത്ഥം എന്താ? റബ്ബിൻ്റെ കൽപ്പനകളെ എല്ലാ മേഖലയിലും അംഗീകരിച്ചും അനുസരിച്ചും ജീവിക്കുന്നൊരു മുസ്ലിം. അള്ളാഹ് ഹറാമായ പലിശയുമായി നമുക്കൊരു ഇടപാട്, നമുക്കതിനെക്കുറിച്ചൊരു വിധി റബ്ബ് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളെവിടെയുള്ളത്? ഇസ്ലാമിക വസ്ത്രധാരണത്തിൻ്റെ വിഷയത്തിൽ ആണിനും പെണ്ണിനും ഒരു നീതിയും ഒരു രൂപവും അല്ലാഹുവിൻ്റെ റസൂലും അല്ലാഹുവും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മളെവിടെയുള്ളത്? ഹറാമുകൾ കാണുന്നിടത്തും ഹറാമ് കേൾക്കുന്നിടത്തും ഹറാമിലൂടെ ജീവിതം നയിക്കുന്നിടത്തും സഹോദരങ്ങളെ നമ്മൾ എങ്ങനെ നിൽക്കണം? അതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട രൂപത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മളെവിടെയുള്ളത്? പരിശോധിക്കണം. നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിശോധിക്കണം. ഇതൊക്കെ അള്ളാഹു ഒരു വിഷയത്തിൽ ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അള്ളാഹു ഒരു വിഷയത്തിൽ ഇന്നത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ പാടില്ല എന്ന് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ ഇബ്രാഹിം നബിൻ്റെ മില്ലത്തിൽപ്പെട്ട വ്യക്തിയല്ല. കാരണം എന്തേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മില്ലത്തെന്ന് പഠിപ്പിക്കുന്നത്, ആ ചര്യ എന്ന് പറയുന്നത് അദ്ദേഹം മുസ്ലിമായിരുന്നു. അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുന്ന യഥാർത്ഥ മുസ്ലിം. അങ്ങനൊരു മുസ്ലിമായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പരാമർശിച്ച മറ്റൊന്നാണ് ഇബ്രാഹിം അല്ലദീ വഫ. ഇബ്രാഹിം അല്ലദീ വഫ, കരാറുകൾ പൂർത്തീകരിച്ച വ്യക്തിത്വമാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. സഹോദരങ്ങൾ, ആ പദപ്രയോഗം എന്ത് കരാറാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പൂർത്തീകരിച്ചത്? ഒന്ന്, കാലങ്ങളോളം പ്രാർത്ഥിച്ച് കിട്ടിയ ഒരു രണ്ട് സന്താനങ്ങളാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാമും. ജീവിതത്തിൽ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന പാഠങ്ങൾ. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അറുക്കണമെന്ന വിധി പുറപ്പെടുവിച്ചു അല്ലാഹു. സ്വപ്നത്തിലൂടെ അറുക്കണമെന്ന കൽപ്പന പുറപ്പെടുവിച്ചു. ആലോചിക്കാൻ നിന്നോ? ടെൻഷനായോ? നേരെ വന്നു, മകനോട് കാര്യം അവതരിപ്പിച്ചു. വാപ്പാനെ പോലെ തന്നെ മകനും അള്ളാഹുവിൻ്റെ കൽപ്പനകളെ മാനിക്കുന്ന, ആ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്ന മനസ്സ്, യഥാർത്ഥ മുസ്ലിമായി അവർ ജീവിക്കാൻ. വാപ്പാ, നിങ്ങൾ അള്ളാഹിൻ്റെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളുക. അറുക്കാൻ നേരത്ത് നോക്കി, നിങ്ങൾ മലഞ്ചെരുവിൽ കൊണ്ടുപോയി അറുക്കാൻ നേരത്ത് മോന് പറയാണ്, വാപ്പാ നിങ്ങൾ എന്നെ ചെരിച്ച് കിടത്തിക്കളി,
നേരെ കടന്നിൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ അള്ളാഹുവിൻ്റെ കൽപ്പന പൂർത്തീകരിക്കാൻ പറ്റിയില്ലെങ്കിലോ, ബാപ്പാക്ക് മകൻ്റെ കാഴ്ച കാണുമ്പോൾ ഉണ്ടാകണേ ആ ഒരു രംഗം ചരിത്രത്തിൽ നമുക്ക് കാണാം അല്ലേ. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഉളുഹിയ്യത്ത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫസല്ലി റബ്ബിക വൻഹർ, നിങ്ങൾ നിസ്കരിക്കണം, അതേപോലെ തന്നെ നിങ്ങൾ ബലി നടത്തണം എന്ന് പഠിപ്പിച്ചിടത്ത് ഉളുഹിയ്യത്തിൻ്റെ മഹത്വം ഈ ആയത്തിന് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. സ്വന്തം മകനെ ബലിയെറുക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹുവിൻ്റെ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു കൽപ്പിച്ചപ്പോൾ ആ കൽപ്പന അംഗീകരിക്കുകയാണ്, കഴുത്തിലേക്ക് കത്തിവെക്കാണ്. അപ്പോഴാണ് അള്ളാഹിൻ്റെ കൽപ്പന വരുന്നത്, പകരം ഒരു ബലിമൃഗത്തെ ഇറക്കണം എന്നുള്ളത് അല്ലേ. സഹോദരങ്ങളെ, നമ്മളെല്ലാ പ്ലാനും ചെയ്തു. നമ്മളെ വീട്ടിൽ പെരുന്നാളടുത്തു, ഇനി ദിവസങ്ങളെ നമ്മളെ മുന്നിലുള്ളൂ. വീട്ടിൽ ചർച്ച നടന്നു, എങ്ങോട്ടാ ടൂറ് പോവുക, ചർച്ച ചെയ്തു. നമ്മൾ എവിടേക്കാ ടൂറ് പോകേണ്ടതെന്നല്ല നമ്മൾ ചർച്ചയിൽ വന്നു. കുട്ടിയൊക്കെ ഡ്രസ്സ് ഇല്ലെങ്കിൽ പുതിയ ഡ്രസ്സ് എടുക്കണം, ഏത് കടയിൽ നിന്ന് എടുക്കണം, ചർച്ച വന്നു. വീടൊക്കെ ഒന്ന് നന്നാക്കണം, ഒന്ന് റെഡിയാവണം, പെരുന്നാൾ അടുത്തിക്കുക, നമ്മളെ വീട്ടിലുള്ള ചർച്ചയാണ്. സഹോദരങ്ങളെ, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചരിത്രത്തെ ഓർത്തുകൊണ്ട് റബ്ബ് ഏറെ പുണ്യം പഠിപ്പിച്ച, നിങ്ങൾക്ക് റഹ്മത്ത് കിട്ടും, അല്ലാഹുവിൻ്റെ കാരുണ്യം നിങ്ങൾക്ക് കിട്ടും, അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചൊരിഞ്ഞു തരും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ സമ്പത്തിൽ ഖൈറ് നൽകും എന്നൊക്കെ പഠിപ്പിച്ച ഉളുഹിയ്യത്തിൻ്റെ വിഷയത്തിൽ നമ്മുടെ വീട്ടിൽ എന്ത് ചർച്ച നടന്നത്? സ്വയം ഒന്ന് ചിന്തിക്ക്, എന്ത് ചർച്ച നടന്നു നമ്മുടെ വീട്ടിൽ? നമ്മൾക്ക് ഒരുവിനെ നമുക്ക് അറുക്കാലോ എന്നൊരു ചർച്ച വന്നു. വേണ്ട, ഒന്നല്ലെങ്കിൽ ഒരു ഷെയർ കൂടാൻ, 7 ആളുകൾ കൂടുന്ന കൂട്ടത്തിൽ ഞാനൊരു പങ്കാളിയാവാൻ, അല്ലെങ്കിൽ ഒരു ആടിനെ വാങ്ങി അറുക്കാൻ തൻ്റെ കയ്യിലുള്ള സമ്പത്തുണ്ട്. അപ്പം തരോ. അപ്പോൾ ഈ ഇബ്ലീസ് നമ്മളെ ചെവിയിൽ ഇങ്ങനെ ഓതിത്തരും. എന്താ ഓതുക? ഓ, ഇജിപ്പോൾ അതിനൊക്കെ അയക്കണോ? നമ്മളെ മനസ്സിൽ ഇബ്ലീസ് ഇങ്ങനെ ഓതിത്തരും. അതിന് മാത്രമേ ആയിട്ടില്ല. അപ്പം നമ്മളെ പ്രാരാബ്ദങ്ങളൊക്കെ നമ്മളെ മനസ്സിലേക്ക് വരും. വീട് പൊളിച്ച് നന്നാക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നാക്കും. വീടിനൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നാക്കും. നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നു. പക്ഷെ വർഷത്തിലൊരു ഉളുഹിയ്യത്തിനുള്ളതിൻ്റെ മാർഗത്തിലൊരു ബലി കൊടുക്കാൻ അപ്പം നമ്മളെ ശൈത്താൻ, നമ്മളെ ഇബ്ലീസ് നമ്മളെ ചെവി കയറിയിട്ട് മന്ത്രം തുടങ്ങും. ആ മന്ത്രത്തിന് നമ്മൾ അടിമപ്പെടുകയും ചെയ്യും. സഹോദരങ്ങളെ, നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മൾ ഡ്രസ്സ് എടുക്കുന്നു, വീട് നന്നാക്കുന്നു, പരിസരം നന്നാക്കുന്നു, നമ്മുടെ ജോലികൾ മുന്നോട്ട് പോകുന്നു, കുട്ടികളുടെ പഠനങ്ങൾ മുന്നോട്ട് പോകുന്നു, അതിലേക്ക് നമ്മുടെ സമ്പത്തൊക്കെ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് അല്ലാഹു കൽപ്പിച്ച ഉളുഹിയ്യത്തിന്റെ വിഷയത്തിൽ മാത്രം ഞാനതിന് അർഹനല്ല, ഞാനത് ചെയ്യേണ്ടവനല്ല എന്ന ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ കാരണം എന്താണ്? ഗൗരവമായിട്ട് ആലോചിക്കണ്ടേ? ഇവിടെ നമ്മൾ ഇബ്ലീസിന്റെ വലിയപ്പെട്ടു. അതുകൊണ്ട് ഇന്ന് നമ്മൾ തീരുമാനിക്കണം, നമ്മുടെ മുന്നിൽ ദിവസങ്ങളേ ഉള്ളൂ. കമ്മിറ്റിയുമായി ബന്ധപ്പെടണം. എൻ്റെ വിഹിതം എത്രയാണ് കൊടുക്കേണ്ടതെന്ന് അന്വേഷിക്കണം. അല്ലെങ്കിൽ ഞാൻ ഒരുവിനെ അറുക്കാൻ എനിക്ക് കഴിവുണ്ടെങ്കിൽ എടുത്ത് കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, മാടാണെങ്കിൽ 7 ആൾ വരെ നിങ്ങൾക്ക് ഷെയർ കൂടി 7 ആൾ വരെ നിങ്ങൾക്ക് കൂടാം. 8ാമത്തെ ഒരാളെ പറ്റൂല. 1 കഴിയില്ലെങ്കിൽ 2 ആൾ കൂടി ഇറക്കാം, 2 ആൾ കഴിയില്ലെങ്കിൽ 3 ആൾ ഇറക്കാം. അങ്ങനെ 7 ആൾ വരെ പോകാം. 7 ആൾ കൂടിയിട്ട് ഒരു പോത്തിനെ, ഒരു മൂരിനെ വാങ്ങി ഇറക്കാലോ. ആടിൽ ഷെയർ പറ്റൂല. ആടാണെങ്കിൽ 1 ആൾ മാത്രമേ പറ്റുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയാണ്. ആ ചര്യ അനുസരിച്ച് മുന്നോട്ട് പോകണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സഹോദരങ്ങളെ മകന്റെ കഴുത്തിലാണ് കത്തിവെച്ചതെങ്കിൽ നമ്മുടെ പോക്കറ്റിലുള്ള പണം ചെലവഴിച്ച് ഒരു ബലി മൃഗത്തെ അറുക്കാൻ, അതിനുവേണ്ടി ഒരിത്തിരി പ്രയാസം സഹിച്ച് എന്തെങ്കിലും ഒരു സംഭവം, പെരുന്നാൾക്ക് ബിരിയാണി ഉണ്ടാക്കുന്ന കാര്യത്തിൽ ചർച്ച നമ്മളെ വീട്ടിൽ അല്ലേ, അതൊക്കെ നല്ലതാ. ബിരിയാണി ഉണ്ടാക്കുന്ന ചർച്ച വരാ, ഡ്രസ്സ് എടുക്കുന്ന ചർച്ച വരാ, അതിനൊന്നും മോശം പറയണില്ല. കാരണം അതൊക്കെ ഹലാലാണ്, അനുവദനീയ ജായിസായ കാര്യമാണ്, ഇസ്ലാം അനുവദിച്ച കാര്യമാണ്. പക്ഷെ ആ നടക്കുന്ന ചർച്ചയുടെ കൂട്ടത്തിൽ പ്രബലമായി വരേണ്ട ഒരു ചർച്ചയാണ് ഉളുഹിയ്യത്തുമായി ബന്ധപ്പെട്ടത്. അതുണ്ടാവണം. ആ ചർച്ച നമ്മൾ ചെയ്യണം. നമ്മുടെ വക ഒന്നുണ്ടാവണം. നമ്മളെ കുടുംബത്തിലേക്ക്, എൻ്റെ കുടുംബത്തിൻ്റെ വിഹിതം ഇതാ ഇവിടെ ഉണ്ടെന്ന് പറയാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം. ഇത് നമ്മൾ പിന്നോട്ട് മാറരുത്. നമ്മളതിന് സമ്പത്ത് കണ്ടെത്തണം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്ന ആ ചര്യ, അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു പ്രയോഗിച്ചത്. ഇബ്രാഹിം അല്ലദീ വഫ, കരാറുകൾ പൂർത്തീകരിച്ച വ്യക്തിത്വമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹ് ഏൽപ്പിച്ച കരാറിനെ
കൃത്യമായി പൂർത്തീകരിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. നോക്കി നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തവക്കുലോടുകൂടി അദ്ദേഹം പൂർത്തീകരിച്ച മറ്റൊരു കരാറാണ് തൻ്റെ കുഞ്ഞിനെയും ഭാര്യയെയും കൊണ്ടുപോയി ഒരു വിജനമായ ആൾതാമസമില്ലാത്തൊരു പ്രദേശത്തിട്ട് വരാൻ ഇന്ന സ്ഥലത്ത് വെക്കണം. അവിടെ ആക്കി തിരിച്ചു പോന്നില്ലേ? ഹജറ ബീവി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിൻ്റെ പേരിലാണ്, എന്ത് ധൈര്യത്തിലാണ് ഞങ്ങളവിടെ വിട്ടേറ്റ് പോകുന്നത്? ഒന്നും മിണ്ടണില്ല, മൗനം പാലിക്കാൻ. ചോദിച്ചു, ഇത് അള്ളാഹിൻ്റെ കൽപ്പനയാണോ, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതേ എന്ന് തലയാട്ടുന്നു. അപ്പോൾ ഹാജറ ബീവി പ്രഖ്യാപിച്ച പ്രഖ്യാപനാണ് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഞങ്ങൾക്കിവിടെ ഞങ്ങളെ റബ്ബുണ്ട്. എന്ത് പ്രതിസന്ധിയിലും സഹോദരങ്ങളെ, എന്ത് പ്രതിസന്ധിയിലും ആ കുടുംബത്തിൻ്റെ ഹൃദയത്തിൽ എന്തുണ്ടായിരുന്നു? തവക്കുലുണ്ടായിരുന്നു. തവക്കുലുണ്ടാക്കിയെടുക്കുക, പ്രാർത്ഥിക്കുക റബ്ബിനോട്. ആ ചര്യ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ മുവഹിദീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുക യാ മൻ ഖളഹത ലനാ സുബുലൽ ഹിദായ വഔസഅത അൻ ബസായിറനാ ഖസ്വതൽ ഗവായ. نصلي ونسلم على من أرسلت إلينا شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وهو سراجا منيرا. أيها الإخوان والأخوات اتقوا الله عباد الله. أوصيكم ثانيا بتقوى الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണം എന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ചര്യകളെ പിൻപറ്റുന്ന നമ്മളെ സംബന്ധിച്ച് നമ്മളെവിടെയാണെന്നൊരു സ്വയം പരിശോധനയ്ക്ക് വേണ്ടിയുള്ള ചില കാര്യങ്ങളാണ് ഉണർത്തിയത്. പരിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാഹു പരാമർശിച്ച മറ്റൊരു പരാമർശമാണ് ഷാക്കിറൻ ലി അൻഉമിഹി. ഷാക്കിർ എന്ന പ്രയോഗം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു നന്ദിയുള്ള വ്യക്തിത്വമായിരുന്നു. അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അള്ളാഹു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് റബ്ബിന് ശുക്ർ പറയുന്ന, അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന ഒരു മാനസികാവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വദ്കുറൂനി അദ്കുറുക്കും, നിങ്ങളെന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കും. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ നിലനിർത്താൻ. വഷ്കുറൂലി, നിങ്ങളെനിക്ക് നന്ദി കാണിക്കണം. വല തക്ഫുറൂൻ, എന്നോട് നിങ്ങൾ നന്ദികേട് കാണിക്കരുത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയൊരു പാഠത്തിൽ മറ്റൊന്നാണ് നന്ദിയുള്ള ഒരു മനസ്സിൻ്റെ ഉടമ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമുക്ക് കാണാം. വിശപ്പിൻ്റെ കാഠിന്യം സഹിക്കാൻ കഴിയാതെ രാത്രി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു നീങ്ങാൻ. വഴിയിൽ വെച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടുന്നു. സ്വഹാബത്ത് ചോദിച്ചു, റസൂലെ, എന്തിനാണ് ഈ നട്ടപ്പാതിരാ സമയത്ത് എന്തിനാണ് റസൂലെ ഇറങ്ങി നടക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, വല്ലാഹ്, റബ്ബിനെ തന്നെയാണ് സത്യം, നിങ്ങളെ എന്തൊരു കാരണം കൊണ്ടാണോ നിങ്ങൾ പുറത്തിറങ്ങിയത് അതേ കാരണമാണ് ഞാനും പുറത്തിറങ്ങാനുള്ള കാരണം. വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് കുറേ ഇബാദത്തിൽ മുഴുകി അങ്ങനെ ജീവിച്ചു. പക്ഷെ ഉറക്കം അങ്ങോട്ട് പിടിക്കാൻ പറ്റേണ്ട ഒന്ന് പുറത്തിറങ്ങി ഒന്ന് നടക്കുക. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബി അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു രണ്ടാളും കൂടി നടന്നു റസൂലുള്ളാഹിൻ്റെ കൂടെ. ഒരു അൻസാരി സ്വഹാബിയുടെ ഈത്തപ്പന തോട്ടത്തിൻ്റെ മുന്നിലെത്തുമ്പോൾ സഹോദരങ്ങളെ, ആ അൻസാരി സ്വഹാബി വീട്ടിന്, തൻ്റെ തോട്ടത്തിന് കാവൽ നിൽക്കുന്ന സ്വഹാബി കാണുന്നു റസൂലുള്ളാഹിനെ. റസൂലിനോട് ചോദിച്ചു, നബി, എന്തേ കാരണം? വിശപ്പാണ് ഞങ്ങൾ പുറത്തിറക്കിയതെന്നറിഞ്ഞപ്പോൾ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം ഈത്തപ്പഴം പറിച്ചിട്ട് റസൂലുള്ളാഹിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക.
അബൂബക്കർ റളിയല്ലാഹുവിന്റെ കയ്യിലേക്ക് കൊടുക്കാൻ, ഉമർ റളിയല്ലാഹുവിന്റെ കയ്യിലേക്ക് കൊടുക്കാൻ 3 ആളുകൾക്കും കൊടുത്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും അത് കഴിക്കാൻ തുടങ്ങി. അള്ളാഹുവിന് നന്ദി കാണിച്ചുകൊണ്ട് അവർ കഴിക്കാൻ തുടങ്ങി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കയ്യിലുള്ള ഈത്തപ്പഴത്തിലേക്ക് നോക്കിയിട്ട് കണ്ണ് നിറച്ചുകൊണ്ട് വിതുമ്പാൻ തുടങ്ങിയപ്പോൾ ഈത്തപ്പഴം കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്വഹാബികൾ ചോദിച്ചു, റസൂലേ, ഇത്ര നേരം പട്ടിണി കൊണ്ട് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഉറങ്ങാൻ പോലും കഴിയാതെ പുറത്തിറങ്ങി നടന്ന നമുക്ക് അള്ളാഹു ഈ നിഅമത്ത് തന്നു, എന്തിനാ റസൂലേ നിങ്ങൾ കരയുന്നത് എന്നാണ്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വാചകമുണ്ട്, അബൂബക്കറേ, ഉമറേ, നമുക്ക് ഈ അനുഗ്രഹം തന്ന റബ്ബ് നാളെ ഇതിനെക്കുറിച്ച് ചോദിക്കുമല്ലോ. എന്തു പറയാനുണ്ട്? അള്ളാഹുവിന് ശുക്ർ കാണിച്ച മനസ്സുണ്ടോ നമുക്ക് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തൻ്റെ കയ്യിൽ കിട്ടിയ ആ നിഅമത്തിനെ ഓർത്ത്, തൻ്റെ റബ്ബ് തന്ന അനുഗ്രഹത്തെ ഓർത്ത് വിതുമ്പുന്ന കണ്ണുനീരുകൾ പ്രവാചകന്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളെ, നമ്മുടെ ഡൈനിങ് ടേബിളിലെ ഭക്ഷണത്തെ ഓർത്ത്, നമുക്ക് അള്ളാഹു തന്നിട്ടുള്ള നിഅമത്തുകളെ കുറിച്ചോർത്ത് ഒരു ദിവസം അള്ളാഹുവിന് കാണിക്കുന്ന നന്ദിയുടെ ഭാഗമായി സുജൂദിൽ കിടന്നു വീണ് കരയാൻ, റബ്ബേ നീ എത്ര മഹത്വമുള്ളവനാണെന്ന് പറയാൻ, അല്ല നമുക്ക് തന്ന ആയുസ്സിനെ കുറിച്ചോർത്ത്, അല്ല നമുക്ക് തന്ന ആരോഗ്യത്തെ കുറിച്ചോർത്ത്, അള്ളാഹുവിന്റെ റഹ്മത്തുകളെ കുറിച്ചോർത്ത്, റഹ്മത്തി വസിഅത് കുല്ല ശൈ, അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന് പറയുന്നത് വസിഅത് കുല്ല ശൈ, എല്ലാ രംഗത്തും അത് വിശാലമാണ്, എല്ലാ രംഗത്തും വിശാലമാണ്. ജാതിയും മതവും വർണ്ണവും വർഗവും ഒന്നും നോക്കാതെ മുഴുവൻ ആളുകൾക്കും ഒരുപോലെ ഭൂമിയിലേക്ക് റഹ്മത്ത് കൊടുത്ത റബ്ബിന് നന്ദി കാണിക്കുന്നിടത്ത് നമ്മൾ എവിടെയാണ് മുഅ്മിനീങ്ങളെ? നമ്മൾ എവിടെയാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹ് പറഞ്ഞ പേരാണ് ശാക്കിറൻ ലിഅൻഉമിഹി വജ്തബാഹു. പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം നമുക്ക് കാണാം. അദ്ദേഹം ഒരു ശാക്കിറായി ജീവിച്ചു എന്ന്. നമ്മൾ ജീവിതത്തിൽ പിൻപറ്റപ്പെടേണ്ട അല്ലെങ്കിൽ പിൻപറ്റുന്ന ഒരു വ്യക്തിത്വമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കഴിഞ്ഞുപോയ പ്രവാചകന്മാരെ മുഴുവനും നമ്മൾ മാതൃകയായി സ്വീകരിക്കേണ്ടവരാണ്. ആ പ്രവാചക കണ്ണിയിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീൽ എന്ന് വിളിച്ചിട്ടുള്ള, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീലുള്ളാഹ് എന്ന അല്ലാഹുവിന്റെ കൂട്ടുകാരൻ എന്ന് വിളിച്ചിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തെ അയവറക്കേണ്ട ദിവസങ്ങൾ, അത് അയവറക്കുന്ന ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം നമ്മുടെ ജീവിതത്തിലേക്ക് വിചാരണ ചെയ്യണം, നമ്മുടെ ഖൽബിനോട് വിചാരണ ചെയ്യണം. നമ്മൾ എവിടെയാണ്? എൻ്റെ സ്വഭാവ രംഗത്ത്, എൻ്റെ വിശ്വാസ രംഗത്ത്, എൻ്റെ കർമ്മരംഗത്ത്, എല്ലാ രംഗത്തും ഞാൻ എനിക്ക് മാർഗദർശനം കാണിച്ചു തന്ന പ്രവാചകന്മാരുടെ വഴിയിലാണോ ഞാൻ? പരിശുദ്ധ ഖുർആനിന്റെ പാതയിലാണോ ഞാൻ? ഹബീബായ റസൂലുള്ളാഹിന്റെ വഴിയിലാണോ ഞാനെന്ന് സ്വയം നമ്മുടെ മനസ്സുകൾക്ക് വിചാരണ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നേരത്തെ പറഞ്ഞ ഉളുഹിയ്യത്തിന്റെ കാര്യം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മുഴുവൻ ആളുകളും സഹോദരങ്ങളെ വീടുകളിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. നമ്മളതിനൊരു പരിഹാരം കണ്ടെത്തി എൻ്റെ വക എന്ന് പറഞ്ഞ സഹോദരങ്ങൾ ഒരു വിഹിതമെങ്കിലും, ഒരു ഷെയറെങ്കിലും കൂടാൻ നമുക്ക് സാധിക്കണം. അതിന് നമ്മുടെ വീട്ടിൽ ഫലമായ രൂപത്തിലുള്ള ശക്തമായ ചർച്ചകൾ നടക്കണം. നമ്മുടെ സാമ്പത്തിക സ്രോതസ് നമുക്കറിയാം, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം. ആ കൂട്ടത്തിൽ ഇത് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്ന് ആഴത്തിൽ ചിന്തിച്ച് പറ്റാത്ത ആളുകൾ വളരെ വിരളമായിരിക്കും. സഹോദരങ്ങൾ, അത്രയും പറ്റാത്ത ആളുകളെന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ വളരെ വിരളമായിരിക്കും. പക്ഷേ നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇതും അതുപോലെ നടന്നു പോകേണ്ടതാണ്. കമ്മിറ്റിയുമായി ബന്ധപ്പെടേണ്ടതാണ്. അതെങ്ങനെയാണ് അതിൻ്റെ രൂപങ്ങളെന്ന് പഠിച്ചന്വേഷിച്ച് ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആ രൂപത്തിൽ മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ ദുൽഹിജ്ജ മാസപ്പിറവി ദർശിച്ചു കഴിഞ്ഞാൽ 1-ാം തീയതി മുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉളുഹിയ്യത്തിന് നിയ്യത്തെടുത്തിട്ടുള്ള ആളുകൾ നഖവും മുടിയും മുറിക്കാൻ പാടില്ല. എല്ലാം അതിനു മുമ്പ് വൃത്തിയായി വെക്കണം. അതുപോലെ തന്നെ ഉളുഹിയ്യത്തിലേക്ക് നമ്മൾ നിയ്യത്തുണ്ടെങ്കിൽ ദുൽഹിജ്ജ 1 മുതൽ നമ്മുടെ ബലിമൃഗത്തെ അറുക്കുന്ന ആ സമയം വരെ നമ്മുടെ മുടിയും നഖവും മുറിച്ചു മാറ്റുന്നത് പാടില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദീസ് നമുക്ക് പാഠമാണ്. അതുകൊണ്ട് ആ ചര്യകൾ പിൻപറ്റിക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുക. റഹ്മാനായ റബ്ബ് ആ രൂപത്തിൽ ഇസ്ലാമിൻ്റെ കർമ്മങ്ങളെ സ്വീകരിക്കാനും വിശ്വാസ കർമ്മ ആചാരങ്ങളെ
ആ പ്രവാചക ചര്യകളോടെ സ്വീകരിച്ചുകൊണ്ട് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ആളുകളായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അസുഖം ബാധിച്ച് കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു ഷിഫാഉൻ ആജിലിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ പിതാവ് നല്ല പ്രയാസത്തിലാണ്, വളരെ ബുദ്ധിമുട്ടിലാണ്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ആത്മാർത്ഥമായി ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുന്നിടത്തുനിന്നാണ് ഞാൻ ഇങ്ങോട്ട് എഴുന്നേറ്റ് പോകുന്നത്. റഹ്മാനായ റബ്ബ് അദ്ദേഹത്തിന് എന്താണോ ഹൈർ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഷിഫയാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നതെങ്കിൽ പരിപൂർണമായ ആഫിയത്തോടു കൂടിയുള്ള ഷിഫായിനെ അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പോറ്റാൻ പട്ടിണിയും പ്രയാസങ്ങളും സഹിച്ച് ഞങ്ങളെ പോറ്റി വളർത്തിയ വ്യക്തിത്വമാണ്. അള്ളാഹു അർഹമായ പ്രതിഫലം നാളെ പരലോകത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇരു ലോകത്തും ഖൈർ അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ രോഗം കൊണ്ട് വലയുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഷിഫായിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് മാറ്റി സലാമത്ത് അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വരുന്ന ദിവസങ്ങളിൽ രാജ്യത്തിൻ്റെ ഗതി നിർണയിക്കുന്ന ദിവസങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തി നിൽക്കുകയാണ്. ആര് ഭരണത്തിൽ വരണമെന്ന ആശങ്കയിൽ നമ്മുടെ നാട്ടിൽ ചർച്ചകളും സ്വകാര്യ ചർച്ചകളും കൂടിയുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സന്ദർഭത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാകണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ രാജ്യത്തിൻ്റെ നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാജ്യത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഭീകരവാദികളെ അല്ലാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. തീവ്രവാദികളെ അല്ലാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. ഭീകരന്മാരുടെ കരങ്ങളിൽ നിന്ന് ഈ രാജ്യത്തെ അല്ലാഹു സംരക്ഷിക്കുമാറാവട്ടെ. ഈ രാജ്യത്തിന് അല്ലാഹു സ്വസ്ഥത നിലനിർത്തി തരുമാറാവട്ടെ. ഈ രാജ്യത്ത് സമാധാനം കൊതിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കരങ്ങളിലേക്ക് അല്ലാഹു ഈ രാജ്യത്തിന്റെ ഭരണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد